എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെയാണ് ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ്. ഫേസ്ബുക്ക് പോലെ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് കുറച്ച് സിമ്പിളായിട്ടുള്ള വഴികളുണ്ട്. നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പ്രത്യേകിച്ച് വേറെ ആപ്പൊന്നും ഇതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതേപോലെ ഇമേജിൻ്റെ റൈറ്റിലായിട്ട് കാണാൻ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം പുതിയൊരു ടാബ് എടുക്കുക. സിസ്റ്റത്തിലാണ് പുതിയ ടാബ്, ഫോണിലാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഗൂഗിളിലോ എല്ലാം കയറിയിട്ട് ഇതേപോലെ സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഡൗൺലോഡ്, വീഡിയോ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് വേറെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ സൈറ്റ് വരും. അതിൽ ആദ്യം കാണുന്ന ഡൗൺലോഡ് ഗ്രാം എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഉണ്ടാകുന്ന വെച്ചാൽ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കുറേ കയറി വരും, അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ അതിലൊക്കെ ഒന്നും പോകാതെ ഈ കാണുന്ന ഈ ബോക്സിലോട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഫോട്ടോക്ക് വേണ്ടി കോപ്പി ചെയ്ത ലിങ്ക് ഈ ബോക്സിൽ തന്നെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. വേറെ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കയറി വരികയാണെങ്കിൽ അത് ക്ലോസ് ചെയ്ത് മാറ്റിയേക്കണം. നേരെ ആ ലിങ്ക് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും താഴെയായിട്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. അതിനകത്ത് ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ സെലക്ട് ചെയ്ത ആ ഇമേജ്, പർട്ടിക്കുലർ ഇമേജ് ഡൗൺലോഡായിട്ട് വരും. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഇമേജ് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് തന്നെയാണോ ഡൗൺലോഡ് ആയെന്ന്. ഷോ ഇൻ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് പർട്ടിക്കുലർ ഫോൾഡറിൽ ഏത് ഡൗൺലോഡ് ലൊക്കേഷനാണോ ആ ലൊക്കേഷനിലേക്ക് എന്തിട്ടുണ്ടാകും, നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ വന്നിട്ടുണ്ടാകും. നമ്മൾ ടൈഗറിൻ്റെ ഇമേജാണ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ആ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പം ഇമേജ് ഡൗൺലോഡ് ആണ് എല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കയറുക, ആ അക്കൗണ്ടിലേക്കുള്ള ഒരു വീഡിയോ എടുക്കുക. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത പോലെ ലിങ്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ആ ഡോട്ട്സ് സെലക്ട് ചെയ്യുക. അതിനകത്ത് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. മെയിനായിട്ട് ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത് W3 Toys എന്ന പറയുന്ന സൈറ്റിൽ നിന്നാണ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സൈറ്റുകളുണ്ട്. നമുക്കിപ്പം തൽക്കാലം ഇത് യൂസ് ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് മിക്കവാറും W3 Toysനായിരിക്കും. അത് സെലക്ട് ചെയ്യുക. നേരത്തെ കോപ്പി ചെയ്ത പോലെ തന്നെ ആ ലിങ്ക്, കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോഴേക്കും ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ വീഡിയോയുടെ തമ്പനെയിലും, അതായത് ജസ്റ്റ് ഒരു ഇമേജും കാണിക്കും, താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷനും കാണിക്കും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. വേറെ അഡ്വർടൈസ്മെൻറ്റിലോട്ടൊന്നും പോകാതിരിക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ പർട്ടിക്കുലർ വീഡിയോ ഡൗൺലോഡ് ആവും. ഇത്രയുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്.